സംവിധായകൻ ആലപ്പി അഷ്റഫ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ ആലപ്പി അഷ്റഫ്. ഗുഡ് ആഫ്റ്റർനൂൺ. താരസംഘടനയുടെ പ്രതികരണമൊക്കെ കേട്ടല്ലോ അല്ലേ? അതെ. നമ്മളിപ്പോൾ ഒരു പാരലൽ യൂണിവേഴ്സിൽ ആണോ ഇരിക്കുന്നത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതിലെ ഉള്ളടക്കം എന്താണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. പക്ഷേ അത് ഏത് മേഖലയെക്കുറിച്ചാണോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, ആ മേഖലയ്ക്കുള്ളിലുള്ള ആളുകൾ എത്രമാത്രം നിസ്സാരമായാണ് അതിനെ നോക്കിക്കാണുന്നത് ശ്രീ ആലപ്പി അഷ്റഫ്? അതായത് ഒരിക്കല് ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന, സിനിമാ രംഗത്തുള്ള സംഘടന പറഞ്ഞു, ഈ സിനിമാ രംഗം ലഹരി മാഫിയ കീഴടക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ലഹരി മാഫിയയുടെ കീഴിലാണ് ഇന്നുള്ളത്, ചെറുപ്പക്കാർ മുഴുവനാണെന്ന് പറഞ്ഞ് സംഘടന തന്നെ അത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അപ്പോൾ അന്നിരുന്ന ഈ സാംസ്കാരിക മന്ത്രി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് വരിട്ട് തെളിവ് സഹിതം കൊണ്ടുവരിട്ട് ഞങ്ങൾ കേസെടുക്കുമെന്ന് പറഞ്ഞു. അതിനെതിരെ അന്നത്തെ ജസ്റ്റിസായിരുന്ന, അത് അദ്ദേഹം ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു, കമാൽ പാഷ പറഞ്ഞു, ഈ മന്ത്രി എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഇത് പിന്നെ തെളിവ് ഒരാളുകൾ വിളിച്ചു പറയുമ്പോൾ അതിന് തെളിവ് കൊണ്ടുപോകാന്നാണ് പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ച് തെളിവ് കണ്ടെത്തണം. 20 വർഷം അകത്ത് കിടക്കാവുന്ന കേസാണിത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നവന്റെ ബ്ലഡ് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞു ഒരു കമാൽ പാഷ ഒരു പോസ്റ്റ് ഇട്ടു. 2 ദിവസം കഴിഞ്ഞില്ല, കമാൽ പാഷയ്ക്ക് ISIS ഭീഷണി ഉണ്ടായിരുന്നുകൊണ്ട് ഏർപ്പെടുത്തിയിരുന്ന ആ ടൈറ്റ് സെക്യൂരിറ്റി മുഴുവൻ പിൻവലിച്ചു കളഞ്ഞു ഗവൺമെന്റ്. ഇപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നു, നമ്മളോടൊന്നും ആരും വന്ന് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വന്ന് പറയട്ടെ, പരാതി പറയട്ടെ, കേസെടുക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് തന്നെ വീണ്ടും ആവർത്തിച്ചു. 3 പെൺകുട്ടികളുടെ പിതാവാണ് അദ്ദേഹം. ആ പെൺകുട്ടികളുടെ നിലവിളിയാണ് അദ്ദേഹം കാണാതെ പോയത്. അപ്പോൾ ഈ പീഡനം അനുഭവിച്ച ഉടനെ മന്ത്രിയെടുത്ത് വന്ന് കാര്യങ്ങൾ പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കേസെടുക്കാം. ഈ നേരത്തെ പറഞ്ഞതുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. പിന്നീട് പറയുന്നു, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കോൺക്ലേവ് നടത്താമെന്ന്. കോൺക്ലേവ് നടത്തുന്ന എന്താണ്? കോൺക്ലേവ് നടത്താൻ ഈ ഏരെയും വേട്ടക്കാരനെയും ഒന്നിച്ചിരുത്തിയിട്ട് നടത്താൻ പോകുന്ന ഒരു സംഭവമാണ് കോൺക്ലേവ് നടത്താൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കല് എൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ കുറേ നാളത്തേക്ക് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിരുന്നു. തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ തമിഴിലുള്ള ഒരു കോമഡി നടൻ അദ്ദേഹം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എടുത്ത് പറയുന്നു, എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയുന്നു, വൈകുന്നേരമായപ്പോൾ പറയുന്നു അദ്ദേഹത്തിന് സെക്സ് വേണമെന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യണം, 365 ദിവസം പുള്ളിക്ക് ഇതില്ല, പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളിങ് സാർ, ഞങ്ങളൊന്നും അത്തരക്കാരൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും. അദ്ദേഹം മാന്യമായിട്ട് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോയിട്ട് രാവിലത്തെ ഫ്ലൈറ്റ് തിരിച്ചു വരുന്ന ഷൂട്ടിംഗ് തീരുന്നവരെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ 10-50 ദിവസങ്ങൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ 365 ദിവസവും സെക്സ് വേണ്ട ഒരുപാട് നടന്മാർ നമുക്കറിയാവുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവർക്ക് അതൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവരുടെ സെക്സ് ഡ്രൈവിനെ ഒന്നും നമ്മൾ കുറ്റം പറയുമൊന്നും വേണ്ട, അവരായിക്കോട്ടെ, പക്ഷെ അത് അവസരം ചോദിച്ചു വരുന്ന പാവപ്പെട്ട പെൺപിള്ളേരുടെ നെഞ്ചത്ത് വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ. അതുകൊണ്ട് ഈ അവസരം ചോദിച്ചു വരുന്നവരോടായി ഇത് മാറുമ്പോൾ, ഇത് ക്രൂരതയായിട്ട് മാറുമ്പോൾ, അവരുടെ നിലവിളി ഉയരുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. ഈ 15 പേര് പറയുന്ന മാഫിയ സംഘത്തിന്റെ പേര് നിർബന്ധമായിട്ടും വെളിപ്പെടുത്തണം, ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് അടിച്ചമർത്തണം അതിനെ. അതാണ് ഒരു ഭരണാധികാരികൾ ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ സുമൻ എന്ന് പറയുന്ന നടനുണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. ആ നടൻ ഒരിക്കൽ MGR ഭരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് അദ്ദേഹം ഇതുപോലെ ആർക്കൊക്കെ ഇട്ടുകൊടുത്തു. MGR അറിയുന്നു. MGR പറഞ്ഞു, അവനെ പിടിച്ചകത്തിടാൻ പറഞ്ഞു. വലിയ അന്ന് കത്തിച്ചൊലിച്ചിരിക്കുന്ന നടനാണ്. നമ്മുടെ ഇവിടുത്തെ വലിയ നടന്മാർ നിൽക്കുന്ന നടൻ. സുമനെ പിടിച്ച് അകത്തിടുക മാത്രമല്ല, MGR പറഞ്ഞു ഇവനെ വിടാൻ പാടില്ല, അവനെ കൈകാര്യം ചെയ്യണമെന്ന് പറയാം. ക്രൂരമായ മർദ്ദനത്തിന് വരെ ഇരയാക്കേണ്ടി വന്നു. അയാൾ വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ടാണ് ഇറങ്ങിയത്. പിന്നീട് ഇത് ആർക്കും പരിശോധിക്കാവുന്ന വിവരമാണ്. അതാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ഈ മാതിരി സംഭവമൊന്നും പിന്നീട് അവിടെ ഉണ്ടായിട്ടില്ല. ഭയമാണ് ആളുകൾക്ക്. ഇതാണ് വരേണ്ടത്, അല്ലാതെ കോൺക്ലേവ് നടത്തുകയല്ല വേണ്ടത്. ഇവിടെ കോൺക്ലേവ് നടത്തുന്നത് തെറ്റാണെന്ന് പറഞ്ഞ നമ്മുടെ പാർവതി തിരുവോത്തിനെയൊക്കെ എന്തോ ഒരു സൈബർ ആക്രമണം അവരുടെ നേരെ നടത്തിയത്. അവർ പറഞ്ഞത് സത്യമല്ലേ? ഇതെന്താണ്? രണ്ടുപേരെയും കൂടെ ഇരുത്തിയാണ് സംസാരിക്കേണ്ടത്. ഇത് കേസെടുക്കണമെന്ന് നിങ്ങളുടെ ചാനലിൽ തന്നെ ഇരുന്ന്
നമ്മുടെ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലി സാർ എന്താ പറഞ്ഞത്? വന്ന് പരാതി പറഞ്ഞാലേ കേസെടുക്കും. അതല്ല, ഒരു 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ആ പെൺകുട്ടി 3 വയസ്സുകാരി വന്ന് അവിടെ വന്ന് പരാതി പറയണം മന്ത്രി എടുത്ത്. അറിഞ്ഞ് കേസെടുക്കണം, അതല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദ്യമാണ് ഞാൻ പറയുന്നത്.